ഹലോ എവരി വൺ. അപ്പോൾ നമുക്ക് ഹെന്ന മേക്കിങ്ങിൻ്റെ പാർട്ട് 2 കണ്ടാലോ. പാർട്ട് 1 കാണാത്തവരെല്ലാം പോയി കാണണേ, ഞാൻ താഴെ മെൻഷൻ ചെയ്തിടാം. അപ്പോൾ അതേ നല്ല ഡൈ റിലീസായി സെറ്റായി നിൽക്കുക കേട്ടോ. നമ്മുടെ മെഹന്തി കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. ഷോ കണ്ടോ. ഇനിയാണ് മക്കളെ നമ്മുടെ ടാസ്ക്. കാരണം ഈ ഒരു ഹെന്ന പേസ്റ്റ് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതേ കുറേ വട്ടം ഇതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനിവിടെ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാൻ പോകട്ടെ. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, നമ്മൾ 500 ഗ്രാമിൽ ചെയ്തെടുത്തല്ലേ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്പാച്ചിൽ മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഹാൻഡ് ബീറ്റർ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്, ആദ്യമല്ല കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച ബീറ്ററാണ് കേട്ടോ. പിന്നീട് സ്റ്റാൻഡ് മിക്സറൊക്കെ വാങ്ങിച്ചപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ മൈലാഞ്ചിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഈ മൈലാഞ്ചിക്ക് യൂസ് ചെയ്യുന്ന ഒന്നും നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ആ ബീറ്ററും കൊണ്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട് കേട്ടോ. കട്ടകളും തരികളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയും സ്മൂത്തായിരിക്കണം നമ്മുടെ പേസ്റ്റ്. ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് നോക്കി. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമായാൽ അതങ്ങോട്ട് ലൂസായി പോകും. പിന്നെ ഹെന്ന പൗഡറൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. കുറച്ച് ഒരു 2 തുള്ളി 3 തുള്ളിയൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി നോക്കുക, മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഹെന്ന പേസ്റ്റ് ഇങ്ങനെ സ്പാച്ചിലിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ റിബൺ കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുക, അത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ഭയങ്കരമായിട്ട് പണി തരും. നല്ല വേദന ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ വേറെ ഒന്നുമല്ല, അത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി കൊടുത്ത ശേഷം നമ്മുടെ സ്റ്റോക്കിംഗ് ആണ് കേട്ടോ. ഒരു സോക്സ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ സോക്സ് ഇറക്കി കൊടുത്ത ശേഷം നമ്മൾ ആ ഹെന്ന അതിൽ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെന്ന പേസ്റ്റ് ഒന്നുകൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ചെയ്യാൻ. എത്ര വേദനിച്ചാലും നമുക്ക് തൃപ്തികരമായിട്ട് പേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റും. അപ്പോൾ അതേ ഇത് കണ്ടോ, ഇങ്ങനെ മേലോട്ട് പൊക്കി കൊടുത്തിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ഒപ്പം ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റോക്കിംഗ് പതുക്കെ വലിച്ച് എടുക്കണം കേട്ടോ. കണ്ടോ, കൈയൊക്കെ ഭയങ്കരമായിട്ട് പെയിനായി. എൻ്റെ വിരലുകൾ ശ്രദ്ധിച്ചോ, അതിൽ ആയ മെഹന്തി അത്ര പെട്ടെന്ന് യെല്ലോ ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്താൽ എത്രത്തോളം സ്റ്റെയിൻ വരുന്നത്. അപ്പോൾ അത് എനിക്കിവിടെ വലിയ പൈപ്പിംഗ് ബാഗ് ആയതുകൊണ്ട് തന്നെ 4 പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ചെറിയ പൈപ്പിംഗ് ബാഗ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5 6 വേണ്ടി വരും. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നിലും ഇങ്ങനെ സ്റ്റോക്കിങ് ഇറക്കി കൊടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഇതാണ് മക്കളെ നമ്മുടെ ഹെന്ന പേസ്റ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പാർട്ട് 3 ഉടനെ വരും കേട്ടോ.